സോ ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഒരു കോസറ്റീവ് ഏജൻറ്റിനെ കുറിച്ചാണ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്ന കോസറ്റീവ് ഏജൻ്റാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഇത് ഐസൊലേറ്റ് ചെയ്തത് ഇറ്റ് വാസ് റോബർട്ട് കോച്ച് 1882 ഐസൊലേറ്റ് ചെയ്തതാണ്. ഇത് കൂടാതെ ഒരു ആസിഡ് ഫാസ്റ്റ് ബാസിലയാണ്. ആൻഡ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഇറ്റ് ഡീകളറൈസസ് അല്ലെങ്കിൽ റെസിസ്റ്റ് ഡീകളറൈസേഷൻ സംഭവിക്കുന്നത് ഇത് തടയും. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ മോർഫോളജിയെക്കുറിച്ച് അറിയാം. ഇനി മോർഫോളജിയിൽ ഇതിൻ്റെ സൈസ് പറയണം, ഷേപ്പ് പറയണം. സൈസ് ഒരു 0.5 മുതൽ 0.6 µm ഇതിൻ്റെ ബ്രെഡ്ത്ത്. 3 to 4 µm വരെയാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഷേപ്പ് ഒരു മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ഒരു ബാസിലയാണ്. ബാസിലസിൻ്റെ ഷേപ്പ് റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ. സ്ലൈറ്റ്ലി കേർവ്ഡ് സ്ട്രക്ചറാണ്. ഓക്കെ, ഇതിനകത്ത് സ്പോർസ് ഒന്നുമില്ല, നോൺ സ്പോർസ് ആണ്. ദെൻ ക്യാപ്സ്യൂൾസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ക്യാപ്സുലേറ്റഡ്. ദെൻ അഗെയിൻ മോട്ടൈൽ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോട്ടൈലും അല്ല. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഓക്കെ, ഇതെല്ലാം പറയണം. ഇതൊക്കെ ഒന്നെങ്കിൽ അത് സിംഗിൾ ആയിട്ടായിരിക്കും കാണുന്നത്, സിംഗ്ലി, ഓർ ഇൻ പെയേഴ്സ്. സിംഗ്ലി ആയിട്ട് കാണാം, ഓർ ഇൻ പെയേഴ്സ്. ഫൈൻ. അത് കഴിയും. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ കൾച്ചറൽ മീഡിയത്തിനെ കുറിച്ചാണ്. കൾച്ചറൽ മീഡിയം അത് ബോത്ത് ഇൻ സോളിഡ്സ് എങ്ങനെയാണെന്ന് പഠിക്കണം, കൂടാതെ തന്നെ ലിക്വിഡ്സ് എങ്ങനെയാണെന്ന് പഠിക്കണം. സോളിഡ് മീഡിയത്തിൽ നമുക്ക് ലിക്വിഡ് പഠിക്കാം കേട്ടോ. ലിക്വിഡ് മീഡിയത്തിനകത്ത് ബോട്ടത്തിൽ നിന്നാണ് ഇതിൻ്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ ദിസ് ക്രീപ്പ് അപ്പ്, മുകളിലോട്ട് എന്ത് ചെയ്യും, ക്രീപ്പ് അപ്പ് ചെയ്യാം. ആൻഡ് ഫോംസ് എ പ്രോമിനൻറ്റ് സർഫസ് പെല്ലിക്കിൾ. ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള സർഫസ് പെല്ലിക്കിൾ ഫോം ചെയ്യാം. വിറുലന്റ് സ്ട്രെയിൻ ഫോംസ് ലോങ് സെർപ്പൻറ്റൈൻ കോഡ്. ലോങ് ആയിട്ടുള്ള സെർപ്പൻറ്റൈൻ കോഡ് ഫോം ചെയ്യാം. ഇനി എ വിറുലന്റ് സ്ട്രെയിൻ ആണെങ്കിൽ ഗ്രോസ് ഇൻ ഡിസ്പേഴ്സ്ഡ് മാനർ. സെർപ്പൻറ്റൈൻ കോഡിലും. ഇനി എ വിറുലൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്പേഴ്സ്ഡ് മാനറിലുമാണ് അത് വളരുന്നത്. ഫൈൻ. അടുത്തത് ഇതിൻ്റെ സോളിഡ് മീഡിയത്തിൽ എങ്ങനെയാണെന്നും പഠിക്കണം. സോളിഡ് മീഡിയത്തിൽ ഇത് റിജിഡാണ്, റഫാണ്, റഫ്, റീസ്ഡ്, ഇറഗുലർ കോളനീസ് ഫോം ചെയ്യും. ഇത് സ്റ്റിക്ക് ചെയ്യപ്പെടുമെന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ് ഈസ് സ്റ്റിക്കി. പക്ഷേ പെട്ടെന്ന് അങ്ങനെ എമൾസിഫൈഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ദെൻ ഒരു ക്രീമി വൈറ്റ് സ്ട്രക്ചർ. അത് യെല്ലോയിഷ് കളേർഡ് കോളനീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കോളനീസ് ഓൺ ഫർദർ ഇൻക്യുബേഷൻ.
ഇൻക്യുബേഷൻ. ഫൈൻ. ഇനി ഇതൊരു 2 വീക്സ് അല്ലാന്നുണ്ടെങ്കിൽ 6 to 8 വീക്സ്, 2 വീക്സ് അല്ലെങ്കിൽ 6 to 8 വീക്സിൽ കോളനീസ് അപ്പിയർ ആകും. ഇതാണ് ഇതിൻ്റെ സോളിഡ് മീഡിയത്തിനും ലിക്വിഡ് മീഡിയത്തിൻ്റെയും കാര്യങ്ങൾ. അടുത്തയാണ് വിറുലൻസ് ഫാക്ടർ. 2 വിറുലൻസ് ഫാക്ടർ പറയണം. ഒന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മൈക്കോലിക് ആസിഡ് അഥവാ കോഡ് ഫാക്ടർ എന്ന് വിളിക്കാം. ഇതൊരു വാക്സി ലെയർ ആണ്. വാക്സി ലെയർ എന്തിനു ചെയ്യും? ഡെഫിനറ്റ്ലി പ്രൊട്ടക്ഷൻ, നോ ഡൗട്ട്. പ്രൊട്ടക്ഷൻ ചെയ്യും. ആരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും? പ്രൊട്ടക്ട് ദ ബാക്ടീരിയ ഫ്രം ഹോസ്റ്റ് സെല്ല്, പ്രൊട്ടക്ഷൻ ഫ്രം ഹോസ്റ്റ് സെല്ല്, ആൻഡ് ഓൾസോ ടു മെനി ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റിബയോട്ടിക്സുകളിൽ നിന്നും ഹെൽപ്പ് ചെയ്യും. ആരെ ഹെൽപ്പ് ചെയ്യും? മൈക്കോലിക് ആസിഡ് ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഒരു പടം വരയ്ക്കാം കേട്ടോ. പടം വരയ്ക്കണം മസ്റ്റായിട്ട്. ആദ്യം ഇത് വരയ്ക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2 എണ്ണം ഉണ്ട്. ഒന്ന് ഒരു ഗ്രാനുലോമ ഫോർമേഷൻ, അത് വരയ്ക്കണം. അതിനുവേണ്ടി നമ്മളൊരു സർക്കിൾ റഫായിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിനകത്ത് കുറേ സർക്കിൾ വരയ്ക്കുക. ഗ്രാനുലോമ ഫോർമേഷൻ. അടുത്തത് സൈറ്റോകൈനിൻ്റെ റിലീസാണ്. സൈറ്റോകൈൻസ് റിലീസ്. സൈറ്റോകൈൻസ് റിലീസിന് നമുക്ക് ഇങ്ങനെ റഫായിട്ടൊന്ന് വരച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, ഫൈൻ. തെറ്റല്ലേ? അപ്പം നമ്മൾ ആദ്യം കഴിഞ്ഞത് മൈക്കോലിക് ആസിഡിൻ്റെ കാര്യമാണ്. മൈക്കോലിക് ആസിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡ് ഫാക്ടർ. രണ്ടാമതായിട്ട് പഠിക്കുന്നതാണ് സൾഫോണിക് ആസിഡ്, സൾഫോലിപ്പിഡ്സ്. സൾഫോലിപ്പിഡ്സിനകത്ത് പടം വരയ്ക്കുമ്പോൾ ഇതെങ്ങനെ വരയ്ക്കണം? പിന്നെ നമുക്കൊരു ലങ്സ് വരയ്ക്കാം. ലങ്സ് വരയ്ക്കണം. ആൽവിയോലയാണത്. സ്കില്ല് കണ്ടോ? വരയ്ക്കാൻ അറിഞ്ഞുണ്ടെങ്കിലും നമ്മൾ ശ്രമിക്കണം. ജസ്റ്റ് തോന്നണം. ഇതിനകത്ത് നിന്ന് ഇത് നമ്മുടെ മാക്രോഫേജാണ്. മാക്രോഫേജ് സെല്ലിനകത്തോ മാക്രോഫേജിനകത്തോട്ട് എൻഗൾഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിന് TBക്ക് പുറത്തോട്ട് പോകാൻ വേണ്ടി പറ്റൂല. അങ്ങനെ മാക്രോഫേജിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് ഡെവലപ്പ് ആവും. മാക്രോഫേജസ് TB ഡെവലപ്പ് ഇൻസൈഡ് ദ മാക്രോഫേജസ്. പിന്നെ ഇവിടെ ലങ്സ് ഉണ്ട്. ഈ ലങ്സിൻ്റെ അകത്തോട്ട് മാക്രോഫേജസിനെ കില്ല് ചെയ്തിട്ട് TB ലങ്സിനകത്തോട്ട് കയറും. എൻറ്റേഴ്സ് ഇൻസൈഡ് ദ ലങ്സ്. സോ സൾഫോലിപ്പിഡിനകത്ത് ഇറ്റ് പ്രിവെന്റ് ദ ഫ്യൂഷൻ ഓഫ് ഫാഗോസോംസ് and lysosome. Mode of transmission, tuberculosis spread through the air. പിന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അടുത്തത്. ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലിലോട്ട് എയർ ഡ്രോപ്ലെറ്റ്സ് വഴി സ്പ്രെഡ് ആവാം. വെൻ ദ പേഴ്സൺ ഈസ് സ്നീസിങ്, തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അങ്ങനെയൊക്കെ സ്പ്രെഡ് ആകാം. ഓക്കെ,
ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പത്തോജനസിസ് ഓഫ് ട്യൂബർകുലോസിസ്. പത്തോജനസിസ് ഓഫ് ട്യൂബർകുലോസിസ് പറയുമ്പം ദ ഇനിഷ്യൽ ഇൻഫെക്ഷൻ ഈസ് ബൈ ദ ട്യൂബർക്കിൾ ബാസില ഇൻ ദ ഹോസ്റ്റിനകത്ത് കാണുന്ന ട്യൂബർക്കിൾ ബാസിലയാണ് ഇനിഷ്യൽ ഇൻഫെക്ഷൻ. ദ സൈറ്റ് ഓഫ് ഇനിഷ്യൽ ഇൻഫെക്ഷൻ ഈസ് ഇൻ ദ ലങ്സിനകത്താണ് ഇനിഷ്യൽ ഇൻഫെക്ഷൻ. നമ്മൾ പടം വേണമെങ്കിൽ അവിടെ വരയ്ക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വരയ്ക്കാം. ദ ഇനിഷ്യൽ ഇൻഫെക്ഷൻ ഈസ് ഇൻ ദ ലങ്സ്. The bacilli engulfed by the alveolar macrophages multiply and give rise to tuberculosis pneumonia, and this leads to എന്താണ് tuberculosis pneumonia. tuberculosis pneumoniയയിലോട്ട് കാരണമാക്കുന്നുണ്ട്. ഇനി the Th1 cells produces cytokinins to activate macrophages in order to destroy the tubercle bacilli. അപ്പം ഈ മാക്രോഫേജസ് TH1 സെൽസ് പ്രൊഡ്യൂസസ് സൈറ്റോകൈനൻസ്. എന്തിനാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ഡിസ്ട്രോയ് ദ ട്യൂബർക്കിൾ ബാസിലൈ ഇൻസൈഡ് ദ മാക്രോഫേജ്. ഓക്കെ, അപ്പം നമ്മൾ പറയണം, നമ്മുടെ ക്വസ്റ്റ്യൻ പത്തോജനസിസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് പത്തോജനസിസ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ പറയണം ട്യൂബർക്കിൾ ബാസിലൈ ഫസ്റ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ലങ്സ്. ഹിയർ ദ മാക്രോഫേജസ് വിൽ എൻഗൾഫ് ദ, എന്തിനെയാണ് എൻഗൾഫ് ചെയ്യുന്നത്? മാക്രോഫേജസ് വിൽ എൻഗൾഫ് ദ മൈക്കോബാക്ടീരിയം Mycobacterium bacillus. Inside it grows and causes the formation of tuberculous pneumonia. അപ്പം tuberculous pneumonia cause ചെയ്യും. And the Th1 cells produces cytokinins which gets developed in order to destroy the macrophages ആണ് to destroy the tubercle മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലയെ ഡിസ്ട്രോയ് അല്ലെങ്കിൽ ട്യൂബർക്കിൾ ബാസിലെ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കും. എങ്കിൽ പോലും ചില ബാസിലൈ എസ്കേപ്പ് ചെയ്യുന്നുണ്ട് ഫ്രം ദ ബാസിലൈ ട്രൈ ടു എസ്കേപ്പ് ദ മാക്രോഫേജ് മീഡിയേറ്റഡ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഡ്യൂസസ് ദ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. അപ്പം ചിലത് രക്ഷപ്പെട്ടു പോയിട്ട് ചിലത് എസ്കേപ്പ് ആവും. അങ്ങനെ ഇത് വീണ്ടും കുറേയൊക്കെ Th1 സെൽസ് മാക്സിമം ശ്രമിക്കും കൊല്ലാനായിട്ട്, സൈറ്റോകൈനൻസിൻ്റെ സഹായത്തോടെ കൊല്ലാൻ ശ്രമിക്കുമെങ്കിലും ചിലതൊക്കെ എസ്കേപ്പ് ആയിട്ട് പോവും. അപ്പം ആ എസ്കേപ്പ് ആയിട്ട് പോകുന്ന ബാസിൽ എന്തിൽ നിന്ന് എസ്കേപ്പ് ആവുന്നത്? മാക്രോഫേജ് മീഡിയേറ്റഡ് ഡിസ്ട്രക്ഷൻ ആൻഡ് എന്ത് ഇൻഡ്യൂസ് ചെയ്യും? ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഇപ്പം നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ റെവല്യൂഷൻ്റെ സമയത്ത് കുറേ ജീവികൾ അതിൻ്റെ കളറ് മാറി, അല്ലാന്നുണ്ടെങ്കിൽ കുറേയൊക്കെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതേപോലെ ഉണ്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഇൻഡ്യൂസ് ചെയ്യും. ഇവിടെ ടൈപ്പ് 4 ആണ് കേട്ടോ. റിസൾട്ട്സിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹാർഡ് ട്യൂബർക്കിൾ ഓർ ഗ്രാനുലോമ. അങ്ങനെ ഇവിടെ ഒരു ഗ്രാനുലോമ ഫോം ചെയ്യും. ഫൈൻ, ക്ലിയർ ആണല്ലോ. ദ ഫുള്ളി ഡെവലപ്ഡ് ട്യൂബർക്കിൾ ഗ്രാനുലോമ കൺസിസ്റ്റിംഗ് ഓഫ് 3 സോൺസ്. എത്ര സോൺ ഉണ്ട്? 3 സോണാണ് ഉള്ളത്. ഒന്നാമത്തെ സോണിൻ്റെ പേരാണ് ദ സെൻട്രൽ ഏരിയ ഓഫ് ലാർജ് മൾട്ടിന്യൂക്ലിയേറ്റഡ് ജൈന്റ് സെൽസ് കണ്ടെയ്നിങ് ട്യൂബർക്കിൾ ബാസിലൈ. നമുക്കൊരു ഗ്രാനുലോമ വരയ്ക്കാം. നമ്മൾ നേരത്തെ ഒരു ഗ്രാനുലോമ വരച്ച് എങ്ങനെയായിരുന്നു? ഫുള്ള് സർക്കിളൊക്കെ ഇട്ടല്ലേ? അതേപോലെ ഒരു ഗ്രാനുലോമ വരയ്ക്കാം. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ഇത്.
പിന്നെ ഫൈബ്രിനോജൻ ഉണ്ട്, നെക്രോട്ടിക് സെല്ല്, എപ്പിത്തീലോയിഡ് സെൽസ്, മാക്രോഫേജസ്, മൾട്ടിന്യൂക്ലിയേറ്റഡ് ജൈന്റ് സെൽസ്. ഓക്കെ ആണല്ലോ. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, ഫൈബ്രോബ്ലാസ്റ്റ്, നെക്രോട്ടിക് ടിഷ്യൂസ്, എപ്പിത്തിലോയിഡ് സെൽസ്, മാക്രോഫേജസ്, മൾട്ടിന്യൂക്ലിയേറ്റഡ് ജൈന്റ് സെൽസിൻ്റെ അടിയിലൊക്കെ ആയിട്ട് പേരെഴുതി വെക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ദ സെൻട്രൽ ഏരിയ ഓഫ് ദ ലാർജ് മൾട്ടിന്യൂക്ലിയേറ്റഡ് ജൈന്റ് സെൽസ് കണ്ടെയ്നിങ് ട്യൂബർക്കിൾ ബാസിലെ ഉണ്ട്. The midzone of the epithelial cells often arranged radially ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. Then the peripheral zone of fibroblast, lymphocyte and monocyte. ഓക്കെ, പടം കുറച്ചുകൂടി നന്നായിട്ട് വ്യക്തമായിട്ട് വരയ്ക്കണം. ഇനി ഈ ഗ്രാനുലോമ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഗ്രാനുലോമയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോൺസ് ഫോക്കസ്. ഗോൺസ് ഫോക്കസും എൻലാർജ്ഡ് ഹൈലാർ ലിംഫിനോടും കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഗോൺ കോംപ്ലക്സ് അഥവാ പ്രൈമറി കോംപ്ലക്സ്. In minority of the cases, the lesion heals spontaneously. ചില കേസിൽ മാത്രം ഈ ലീഷൻസ് അങ്ങ് ഹീലാവും. ഒരു 2 to 6 months എടുത്ത് ഹീലാവും, ലീവിങ് ബിഹൈൻഡ് കാൽസിഫൈഡ് നോഡ്യൂള്. നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇതൊക്കെ വരയ്ക്കാൻ ഒരു മിനിറ്റ് പോലും വേണ്ട, ഒരു 10 സെക്കൻഡ് മതി. അപ്പം സ്പീഡ് വരയ്ക്കാൻ പറ്റുമല്ലോ. ഇതാണ് ഗോൺ കോംപ്ലക്സ് ഉണ്ടായെന്ന് പറഞ്ഞത്. ഗോൺ കോംപ്ലക്സ് ഉണ്ടാവും. ചിലതിനകത്ത് ഇൻഫെക്ഷൻ അങ്ങ് ക്ലിയർഡ് ആയിട്ട് പോവാം, കുഴപ്പമൊന്നും കാണൂല. പക്ഷെ ചിലതിനകത്ത് വീണ്ടും വരാം, റീആക്ടിവേറ്റഡ് സംഭവിക്കാം. ഇതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ചാൽ പനി വരാറുണ്ട്, അവർക്ക് നല്ല രീതിയിൽ ചുമയ്ക്കാറുണ്ട്. മീൻസ് ഏത് TB ആണ്, ട്യൂബർക്കുലസ് TB ആണെങ്കിൽ ചുമയ്ക്കാറുണ്ട്. രാത്രി നൈറ്റ് സ്വെറ്റ് ഫീൽ ചെയ്യാറുണ്ട്. ഫെറ്റീക്ക്, ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. വിശപ്പില്ലായ്മ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അനോറക്സിയ എന്ന് വിളിക്കും. നന്നായിട്ട് വെയിറ്റ് കുറയും. അപ്പം ബേസിക്കലി പേഷ്യൻസിൻ്റെ പ്രശ്നങ്ങൾ എന്താ? അവർക്ക് പനി വരും, അവർക്ക് പനി, ചുമ, രാത്രി ഉറങ്ങാനായിട്ട് പറ്റില്ല, വിശപ്പില്ലായ്മ, രാത്രി സമയത്ത് സ്വെറ്റ് ചെയ്യുന്ന പറഞ്ഞായിരുന്നു. പിന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവും, ഫുഡൊന്നും കഴിക്കാനുള്ള വിശപ്പ് തോന്നത്തില്ല. ദെൻ അവർക്ക് ഹീമോ എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ്, സ്പ്യൂട്ടത്തിനകത്ത് ബ്ലഡ് കാണാറുണ്ട് ചില പേഷ്യൻസിന്. ഓക്കെ. അടുത്തത് പ്ലൂററ്റിക് ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ എക്സിബിറ്റ് ചെയ്യാറുണ്ട് ഇവർക്ക്. പ്ലൂററ്റിക് ചെസ്റ്റ് പെയിൻ. അടുത്തയാണ് പേഷ്യൻ്റ് ഹു പ്രസൻറ്റ് വിത്ത് പൾമിനറി ട്യൂബർക്കുലോസിസ് ഇൻക്ലൂഡ് പ്രൊഡക്റ്റീവ് കഫ് എലോങ് വിത്ത് ലോ ഗ്രേഡ് ഫീവർ, ചില്ല്, മയാൾജിയ ആൻഡ് സ്വെറ്റിങ്. ഓക്കെ, ചിൽസ്, മയാൾജിയ, സ്വെറ്റ്. പ്രൊഡക്റ്റീവ് കഫൊക്കെ ഉണ്ട് കേട്ടോ, പ്രൊഡക്റ്റീവ് കഫും ലോ ഗ്രേഡ് ഫീവറും. ഇനി അടുത്തയാണ് പോസ്റ്റ് പ്രൈമറി, അതായത് പ്രൈമറിക്ക് ശേഷം വന്ന ട്യൂബർക്കുലോസിസ്, വിച്ച് ഇസ് ഓൾസോ കോൾഡ് സെക്കൻഡറി
ട്യൂബർക്കുലോസിസ്. എന്താണ് ഈ സെക്കൻഡറി ട്യൂബർക്കുലോസിസിൻ്റെ പ്രത്യേകത? ഇത് ഓൾറെഡി അഫക്റ്റഡ് ആണ് അല്ലേ? ഓൾറെഡി അഫക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മെമ്മറി T സെൽസ് വരികയും ക്യുക്ലി പെട്ടെന്ന് തന്നെ റിലീസസ് സൈറ്റോകൈൻസ് മോർ caseating necrosis, causing more caseating necrosis. Okay. It is the reactivation of the latent infection അഥവാ എക്സോജീനസ് റീഇൻഫെക്ഷൻ ആണ്. ഇവിടെ ക്രോണിക് ആയിട്ടുള്ള ടിഷ്യൂ ലീഷൻസ് സംഭവിക്കും. പോസ്റ്റ് പ്രൈമറി ട്യൂബർക്കുലോസിസ് നമ്മുടെ ലങ്സിൻ്റെ അപ്പെക്സിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പെക്സ് ഓഫ് ദി ലങ്സ് വേർ ദ ഓക്സിജൻ ടെൻഷൻ ഈസ് ഹയ്യസ്റ്റ്. ഓക്സിജൻ ടെൻഷൻ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണത് തുടങ്ങുന്നത്. ക്ലിയർ ആണല്ലോ? ദ നെക്രോട്ടിക് മെറ്റീരിയൽ ബ്രേക്ക് ഔട്ട് ഇൻ ദ എയർവേ. അങ്ങനെ നെക്രോട്ടിക് മെറ്റീരിയൽ എയർവേയിലോട്ട് പോയി എയർവേയെ ബ്രേക്ക് ചെയ്യും. ലീഡിങ് ടു ദ എക്സ്പെക്ടറേഷൻ ഓഫ് ദ ബാക്ടീരിയൽ ലാഡൻ സ്പ്യൂട്ടൻ വിച്ച് ഇസ് എ മെയിൻ സോഴ്സ് ഓഫ് ബാക്ടീരിയ ടു കോണ്ടാക്ട്. അപ്പം ഇതെന്ത് റിലീസ് ചെയ്യും? ഒരുപാട് ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള നമ്മുടെ മൈക്രോ ബാക്ടീരിയം അടങ്ങിയിട്ടുള്ള സ്പ്യൂട്ടത്തിനെ റിലീസ് ചെയ്യും. അതൊക്കെ പുറത്ത് കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം സ്പ്രെഡ് ആവും കേട്ടോ. അപ്പം ബേസിക്കലി നമ്മുടെ സെക്കൻഡറി ട്യൂബർക്കുലോസിസ് തുടങ്ങുന്നത് ലങ്സിൻ്റെ അപ്പെക്സ് പാർട്ടിൽ നിന്നാണെന്ന് പഠിക്കണം. ദെൻ ഇറ്റ് ഈസ് ദ റീആക്ടിവേഷൻ അല്ലെങ്കിൽ എക്സോജീനസ് റീഇൻഫെക്ഷൻ ആണ്. നമ്മുടെ മെമ്മറി സെൽസ് പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യും, ബിക്കോസ് ഓൾറെഡി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ. ഇറ്റ് ഈസ് എ നെക്രോട്ടിക്. നമ്മൾ ഇവിടെ അപ്പെക്സ് ഓഫ് ദ ലങ്സ് ആണ്. എയർവേക്ക് ഒബ്സ്ട്രക്ഷൻ വരും. സ്പ്യൂട്ടം TB ട്യൂബർക്കുലോസിസ് അടങ്ങിയിട്ടുള്ള സ്പ്യൂട്ടം അത് നന്നായിട്ട് എക്സ്പെക്ടറേറ്റ് ചെയ്യും, പുറത്തോട്ട് റിലീസ് ചെയ്യും. അടുത്തയാണ് മൂന്നാമത്തെ പറയാനുള്ളതാണ് എക്സ്ട്രാ പൾമിനറി ട്യൂബർക്കുലോസിസ്. പൾമിനറി അല്ലാതെ ട്യൂബർക്കുലോസിസ് വരാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്. എക്സ്ട്രാ പൾമിനറി TB ഉണ്ട്. It's a hematogenous material of Mycobacterium tuberculosis lead to extrapulmonary tuberculosis. Bacteria on circulation leads to bacteremia affecting the body organs. Body organsനെയാണ് affect ചെയ്യുന്നത്. എവിടെയൊക്കെ എഫക്റ്റ് ചെയ്യാം? ജെനിറ്റോ യൂറിനറി ട്രാക്റ്റിനെ എഫക്റ്റ് ചെയ്യാം. ലിംഫ് നോഡിനെയൊക്കെ എഫക്റ്റ് ചെയ്യാം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കാം. എല്ലുകളെ ബാധിക്കാം. പെരിറ്റോണിയത്തിനെ ബാധിക്കാം. പെരികാർഡിയത്തിനെ ബാധിക്കും. ഇത് ലാരിക്സിനെ ബാധിക്കാം. പ്ലൂറൽ ലൈനിങ്ങിനെ ബാധിക്കാം. പ്ലൂറൈറ്റിസ് ഓക്കെ ഇവിടെയൊക്കെ ബാധിക്കാം. ലബോറട്ടറി ഡയഗ്നോസിസ്, സ്പെസിമെൻ കളക്ഷൻ. പൾമിനറി ട്യൂബർക്കുലോസിസ്, പൾമിനറി TB ആണെങ്കിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെ സ്പെസിമെൻ കളക്ട് ചെയ്യാം? ഇപ്പം നമ്മളെടുത്ത ക്വസ്റ്റ്യൻ ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് TB ആണ് ക്വസ്റ്റ്യൻ. TBയുടെ പടമൊക്കെ വരയ്ക്കാം. TB എന്താണെന്ന് എഴുതാം. TB മാത്രം ഒരു 5 മാർക്ക് ക്വസ്റ്റ്യനും TB എന്താണെന്ന് എഴുതണം. ഒരു പടം വരയ്ക്കാം. പടം വരയ്ക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഗ്രാനുലോമയുണ്ട്, പിന്നെ എപ്പിത്തിലോയിഡൽ സെൽസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ, അതെല്ലാം വരയ്ക്കണം. ഇനി പൾമിനറി TB ആണ് പേഷ്യൻറ്റിൻ്റെ പ്രശ്നമെങ്കിൽ ഞാൻ എന്തൊക്കെ എടുക്കണം? സ്പ്യൂട്ടം എടുക്കണം, ലാരിഞ്ചൽ സ്വാബ് എടുക്കാം,
ലാരിഞ്ചിയൽ സ്വാബ് എടുക്കണം. ബ്രോങ്കിയൽ വാഷിങ്, ഗ്യാസ്ട്രിക് ലാവേജ്. ഫൈൻ. ഇനി അടുത്ത് റീനൽ ടി ബി ആണ്. അപ്പം നമ്മൾ പൾമനറി ടി ബിക്ക് സ്പ്യൂട്ടോ എടുത്തു, ലാരിഞ്ചിയൽ സ്വാബ് എടുത്തു, ബ്രോങ്കിയൽ വാഷിങ്, ഗ്യാസ്ട്രിക് ലാവേജ്. ഇനി പേഷ്യൻറ്റിൻ്റെ പ്രശ്നം റീനൽ ടി ബി ആണെങ്കിൽ, റീനൽ ട്യൂബർകുലോസിസ് ആണെന്നുണ്ടെങ്കിൽ യൂറിൻ എടുക്കണം. ബുദ്ധിമുട്ടില്ലല്ലോ യൂറിൻ എടുക്കണം. ഇനി ട്യൂബർകുലസ് മെനഞ്ചൈറ്റിസ് ആണെങ്കിൽ CSF എടുക്കണം. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എടുക്കണം. അപ്പം നമ്മൾ എന്തൊക്കെ എടുത്തു? പൾമിനറി ടി ബി, റീനൽ ടി ബിക്ക്, പിന്നെ അതേപോലെ തന്നെ ട്യൂബർകുലസ് മെനഞ്ചൈറ്റിസ്. ഫൈൻ. അടുത്തയാണ് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്. എങ്ങനെയൊക്കെ ഡയഗ്നോസ് ചെയ്യാം?